പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ രാഷ്ട്രീയത്തിന് തിരിച്ചടി. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് ജാമ്യം. വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇതോടെ വ്യാജ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടി തുടരുമെന്ന് ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് ജാമ്യം അനുവദിച്ചു കോടതി. നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ 2 കേസുകൾക്കാണ് ജാമ്യം ലഭിച്ചത്. എന്നാൽ കാപ്പയുള്ളതിനാൽ സുഗതന് ജയിൽ മോചിതനാകാൻ കഴിയില്ല. നേരത്തെ സുഗതൻ വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണം. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്കെടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും അന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെയാണ് തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം അട്ടിമറിക്കാനുള്ള UDFന്റെ നീക്കം പൊളിഞ്ഞത്. ഇതിന് സമാനമായ ഉദാഹരണമായിട്ടാണ് പ്രതിപക്ഷം കെട്ടിച്ചമച്ച കേസിൽ ഇന്ന് സുഗതന് കോടതി ജാമ്യം അനുവദിച്ചത്. ജനം, തിരുവനന്തപുരം.